അദ്ദേഹം ഉള്ളത് എവിടെ മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു ശ്രീകോവിലിൽ മാത്രമല്ല, അദ്ദേഹം എൻ്റെ ഉള്ളിലുണ്ട്. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്കുണ്ടായില്ല. ആ ജ്ഞാനമാണ് ഗീതയിലൂടെ ആത്യന്തികമായിട്ട് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഭാഗവതം ഉൾപ്പെടെ ഏത് ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഗീത അത് കുറച്ചുകൂടെ പ്യുവറായിട്ട്, ശുദ്ധമായ ഭാഷയിൽ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഗീതാ പുസ്തകം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് കാണുക. ഞാൻ ഒന്നും വായിച്ചില്ലെങ്കിൽ, ഞാനൊരു കഥ കേട്ടിട്ടുള്ളത് ചൈതന്യ മഹാപ്രഭുവിൻ്റെയാണ്. അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനം പോകാൻ, അദ്ദേഹം ക്ഷേത്രത്തിൽ ഇങ്ങനെ ദർശനം നടക്കുന്ന സമയത്ത് ഒരു സാധു ബ്രാഹ്മണൻ അദ്ദേഹം മുമ്പിൽ ഭഗവത്ഗീത 1-ാമത്തെ അധ്യായം തുറന്നു വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇത്രേ. പക്ഷെ അദ്ദേഹത്തിന് വായിക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒന്ന് നോക്കി, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പുസ്തകം നോക്കി ചിരിച്ചുകൊണ്ട് പോയി. 2-ാമത്തെ ദിവസം വന്നപ്പോഴും ഇതേ ഭാഗം 1-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുന്നു, അദ്ദേഹം ഇരുന്ന് കരയാത്രേ, ശ്ലോകം വായിക്കാതെ. പിറ്റേ ദിവസം വന്നപ്പോൾ ഇത് തന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ചോദിച്ചു അത്രേ, മഹാത്മാവേ, അങ്ങയുടെ നേരെ മുമ്പിലിരിക്കുന്ന ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകമാണ്, അങ്ങ് ഇതിൽ ഏത് ശ്ലോകം വായിച്ചിട്ടാണ് ഈ കരയുന്നത്? ഏത് ശ്ലോകമാണ് അങ്ങേ ഹൃദയത്തിൽ അത്രത്തോളം സ്പർശിച്ചതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു അത്രേ. അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഒരു ശ്ലോകം പോലും ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാൻ തുടങ്ങണ സമയത്ത് അദ്ദേഹത്തിന് തോന്നുക അത്രേ, ഈ ഗുരുവായൂരപ്പന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളല്ലേ ഈ പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ പോണത്. ഭഗവാൻ പറഞ്ഞൊരു വാക്കിനെ ചൊല്ലാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഓർത്തു നോക്കൂ, അങ്ങനെ ഒരു പുസ്തകമാണ് ഈ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ നമ്മൾ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും വാങ്ങണത്. അതാണ് നമ്മുടെ സൈഡ് ബാഗിൽ ഇങ്ങനെ കിടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അതിനുള്ളിലിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ആ ഗീതാ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് അമാനുഷികമായിട്ടുള്ള സിദ്ധികൾ തരുന്നൊരു പുസ്തകമൊന്നുമല്ല, പരമമായിട്ടുള്ള ജ്ഞാനത്തെ തരുന്ന പുസ്തകമാണ്. പലപ്പോഴും ഇന്ന് ഗുരുവായൂരിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ ഭഗവത്ഗീത മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പലതരത്തിലുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. ഇതാ പുസ്തകം കയ്യിലെടുത്ത് നിങ്ങൾ ഇത്ര പ്രശ്നം ചെയ്താലോ, ഇതാ പുസ്തകം കയ്യിലെടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് തൊഴുതാലോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ ഇത്രയും 18 അധ്യായം വ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. പകരം അതിൻ്റെ ഉള്ളിലുള്ള അറിവിനെ അറിയാൻ ശ്രമിക്കുക. അറിവാണ് ഭഗവാൻ, ആ പരമമായിട്ടുള്ള ആത്മാവ്, എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ആള് അല്ലേ. സേനാനികളിൽ ഞാൻ സ്കന്ദനാണ്, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞയാണ്, മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണ്, പാണ്ഡവരിൽ ഞാൻ അർജുനാണെന്നും ഭഗവാൻ പറയുന്നു. നീ കാണുന്നതും നീ കേൾക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്, നീ ചെയ്യുന്നത് എനിക്കുള്ള അർച്ചനയാണ്, നിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്നെ സേവിക്കാനുള്ള കർമ്മമായിട്ട് നീ കാണൂ, ആ കർമ്മത്തിൽ നീ ഫലത്തെ ഇച്ഛിക്കാതിരിക്കൂ. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഗുരുവായൂരപ്പൻ്റെ ഒരു പാൽപ്പായസം കഴിക്കുമ്പോഴോ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുമ്പോഴോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫലവും കിട്ടില്ല എന്നല്ല കേട്ടോ. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, ആ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള തിളനിലയൊക്കെ നോക്കി കൃത്യമളവിൽ പഞ്ചസാര ഇട്ട് കൃത്യമളവിൽ ചായപ്പൊടി ഇട്ട് പാലൊഴിച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ചായ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കർമ്മത്തെ ശ്രദ്ധിച്ചാൽ മതി. സാമ്പാർ ഉണ്ടാക്കണമെങ്കിലും അതേപോലെ തന്നെയാണ്. അമ്മമാർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കൈപ്പിടി അറിയാലോ അല്ലേ, അത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കർമ്മത്തിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ഫലം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ പ്രകൃതിയാകുന്നതും ഭഗവാൻ തന്നെ അല്ലേ, അത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഈ സത്യം അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് എല്ലാത്തിലും ഇപ്പോഴും എനിക്ക് ബെനിഫിറ്റ് കിട്ടും, ഈ പാൽപ്പായസം കഴിച്ചാൽ കല്യാണം നടക്കും, അല്ലെങ്കിൽ ഈ വെണ്ണ കൊടുത്താൽ കുട്ടി ഉണ്ടാവും എന്നുള്ള ബെനിഫിറ്റിന്റെ ഇച്ഛയോടുകൂടി ഗീതയെ കാണുന്ന ഒരു പാരമ്പര്യം കൂടി ഇന്ന് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഇത് ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞു വെച്ച ഗ്രന്ഥത്തെ അമാനുഷികമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഉയർത്തി ഇത് വെറുതെ കയ്യെ പിടിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ചാൽ ആത്യന്തികമായിട്ട് ഗുരുവായൂരപ്പന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ കിട്ടാനാണ് ഗീത. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവാനിൽ നിന്ന് കിട്ടാനല്ല. ഇപ്പോഴേ പറയാം, ഭഗവാനെ കിട്ടാനായിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ആ ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ. ഭഗവാന്റെ നിന്ന് കിട്ടുന്നത് ജ്ഞാനത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല എന്നും ഗീത കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഭാരതം കാണിച്ചു തരുന്നുണ്ട്. ഭീഷ്മപർവത്തിലെ അധ്യായങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ.
മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ്, മധ്യേ മഹാഭാരതം എന്നാണ്.